ഞാനിവിടെ വന്നിട്ടുള്ളത് ഫോറക്സ് ട്രേഡിങ്ങിനെ കംപ്ലീറ്റ്ലി ഒരു എപ്പിസോഡ് പോലെ പ്രോപ്പർ ആയിട്ട് എന്തൊക്കെ നമുക്ക് ഫോറക്സ് ട്രേഡിംഗിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ അതിനോടൊപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഒരു എപ്പിസോഡ് സീരീസ് പോലെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. സോ ഒരു എപ്പിസോഡ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്താണെന്ന് പറയും. ഫോറക്സ് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബാക്കി എന്തൊക്കെ പോകുമ്പോഴും ഒരു ഐഡിയ അവിടെ കിട്ടുള്ളൂ. സോ ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റിന്റെ ടൈമിംഗ് പഠിക്കും. എപ്പോഴാണ് ഇതിന്റെ മാർക്കറ്റ്, എപ്പോഴാണ് ആളുകൾ ഇതിൽ ബൈയും സെല്ലും ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ എന്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്, സോ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ കറൻസി പെയേഴ്സ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ബേസ് കറൻസി എന്താണ്, കോഡ് കറൻസി എന്താണെന്ന് നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ സ്പ്രെഡ് എന്താണെന്ന് നമ്മൾ പഠിക്കും. ദെൻ ഫൈനലി നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോം ആണ്, എങ്ങനെ ബ്രോക്കറിനെ യൂസ് ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫോറക്സ് മാർക്കറ്റ്? ആക്ച്വലി നമുക്കറിയാം ഇതൊരു മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ ഫോറക്സും ഒരു മാർക്കറ്റാണ്. സോ എന്ത് മാർക്കറ്റാണ് ഇത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. നമുക്കറിയാം ബൈയും സെല്ലും നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സോ പച്ചക്കറി മാർക്കറ്റ് നമുക്കറിയാം അല്ലെ. പച്ചക്കറി മാർക്കറ്റിൽ എന്താണ് സാധാരണ വെജിറ്റബിൾസ് ആയിരിക്കും ബൈയും സെല്ലും നടക്കുന്നുണ്ടാവുക. മീൻ മാർക്കറ്റ് നമുക്കറിയാം. എന്താണ് മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിഷ് ആയിരിക്കും ബൈയും സെല്ലും നടക്കുന്നുണ്ടാവുക. സോ സൂപ്പർ മാർക്കറ്റ് നമുക്കറിയാം, ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും അല്ലെ, അതുകൊണ്ടാണ് ഇത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ബൈയും സെല്ലും നടക്കുന്നത് കറൻസീസ് ആണ്. സോ ആക്ച്വലി കറൻസീസ് അല്ല, കറൻസി പേയേഴ്സ് ആണ്. അതെന്തുകൊണ്ടാണ് കറൻസി പേയേഴ്സ് ഞാൻ പറയുന്നത്? കറൻസി പേയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് കറൻസി വരുന്നുണ്ട് അല്ലെ, കറൻസികളുടെ പേയേഴ്സ് ആണ്. അതെന്താന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആൻഡ് നമുക്കറിയാം ഫോറക്സ് മാർക്കറ്റ് 24 hours റണ്ണിങ് ആണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പോലെ 9:15 to 3:30 വരെയല്ല നമ്മുടെ ഫോറക്സ് മാർക്കറ്റിന്റെ ടൈം. ഫോറക്സ് മാർക്കറ്റ് 24 hours എന്താണ് റണ്ണിങ് ആണ്. സോ നമുക്ക് ഏത് സെഷൻസും എപ്പോൾ വേണേലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പല കൺട്രീസിന്റെ മാർക്കറ്റും പല ടൈമിങ്ങിലായിട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നോർമലി ഫോറക്സ് മാർക്കറ്റ് 24 hours റണ്ണിങ് ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് 24 hours നമ്മുടെ ഫോറക്സ് മാർക്കറ്റ് റണ്ണിങ് ആയിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ മേജർ കറൻസീസ് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഈ കാണിച്ച 8 കറൻസീസ് ആണ് നമ്മുടെ മേജർ കറൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ മേജർ കറൻസി പേയേഴ്സ് ഉണ്ടാവുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേജർ കറൻസി പേയേഴ്സിലാണ് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഈ മേജർ കറൻസി പെയർ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതിന്ന് USD മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കറൻസീസ് ഉണ്ടല്ലോ, അതായത് കനേഡിയൻ ഡോളറും ജാപ്പനീസ് യെന്നും GBPയും ഇങ്ങനെയുള്ള ബാക്കി കറൻസീസിനെ എല്ലാം നമ്മൾ USD ആയിട്ടാണ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് മേജർ കറൻസി പേഴ്സ്. ഇത് നമ്മൾ നോർമലി ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കറൻസി പേഴ്സ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ സ്റ്റോക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യില്ലേ, അറ്റ് ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാം, ഈ കറൻസി പേഴ്സിന്റെ ചാർട്ടിലായിരിക്കും നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം, ക്രോസ് കറൻസി പേഴ്സ് എന്ന് പറഞ്ഞൊരു പേഴ്സും കൂടി ഉണ്ട്. ഇതിന് ഒരു വ്യത്യാസമല്ല, നമ്മൾ നേരത്തെ USD മെയിൻ ആക്കി നിർത്തിയില്ലേ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, USD മാറ്റി എടുത്തിട്ട് ബാക്കിയുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് പെയർ ആക്കി വിടാം. ഇതിനെയാണ് നമ്മൾ ക്രോസ് കറൻസി പേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മേജർ കറൻസി മനസ്സിലായി, ക്രോസ് കറൻസി മനസ്സിലായി. ഈ രണ്ടിലും നമ്മൾ നോർമലി ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ടുകളാണ് അല്ലെങ്കിൽ കറൻസി പേയേഴ്സ് ആണ്. ഇതേപോലെ തന്നെ വേറൊരു ടീം ഉണ്ട്, എക്സോട്ടിക് പേയേഴ്സ് എന്ന് പറയും. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വല്ലാണ്ട് ഇതുമ്പോൾ വെറുതെ അത് പഠിക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ കാണുന്നതാണ് എക്സോട്ടിക് പേയേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കൊമോഡിറ്റീസിലും ട്രേഡ് ചെയ്യും കേട്ടോ. അഥവാ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള XAUUSD എന്ന് പറയുന്ന ഗോൾഡിലും അതേപോലെ തന്നെ XAGUSD എന്ന് പറയുന്ന സിൽവറിലും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഡോ ജോൺസ് എന്നറിയപ്പെടുന്ന US30ലും US100 എന്നറിയപ്പെടുന്ന നാസ്ഡാക്കിലും നമ്മൾ ട്രേഡിംഗ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനത്തെ കുറെ പേജ് ഉണ്ട്. നമ്മൾ വരും വീഡിയോസിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സൂപ്പർ ആയിട്ട് പഠിക്കുന്നതാണ്. സോ ഇതിനൊന്നും പറ്റി വല്ലാണ്ട് കൺസേൺ ആവണ്ട, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അടുത്തതായിട്ട് നമുക്ക് ബേസ് കറൻസി, കോഡ് കറൻസി എന്താണെന്ന് പെട്ടെന്നൊന്ന് പഠിച്ചു പോവാം. ബേസ് കറൻസി, കോഡ് കറൻസി. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് USDയുടെ വാല്യൂ എത്രയെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയും 88, 89 ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് US ഡോളറിന്റെ വാല്യൂ ആണ്.
പക്ഷെ നിങ്ങൾ എന്നോട് പറയുന്നത് 88, 89 എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി ഇന്ത്യൻ റുപ്പീസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ അല്ലേ നിങ്ങൾ എന്നോട് പറയുന്നത്. ബട്ട് ആക്ച്വലി ഞാൻ ചോദിച്ചത് USDയുടെ വാല്യൂ ആണ്. സോ അതിന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു കറൻസിക്ക് വാല്യൂ കൊടുക്കാൻ പറ്റില്ല വേറൊരു കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യാതെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു USDയുടെ വാല്യൂ 88, 89 എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു വാല്യൂ ആക്ച്വലി ഏതാണ്? USD INR ആണ് അല്ലെ. അതായത് ഒരു USD വാങ്ങണമെങ്കിൽ നമ്മൾ 88 രൂപ അല്ലെങ്കിൽ 89 രൂപ ആ ഒരു റേഞ്ച് ഓഫ് ഇന്ത്യൻ റുപ്പീസ് നമ്മൾ കൊടുക്കണം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബേസ് കറൻസിയും കോഡ് കറൻസിയും മനസ്സിലാവും. കാരണം ഈ USD ആണ് ബേസ് കറൻസി, INR ആണ് ഇവിടെ കോഡ് കറൻസി. കാരണം എന്താ, ഒരു USD അഥവാ ഒരു ബേസ് കറൻസി വാങ്ങണമെങ്കിൽ 88 രൂപ അല്ലെങ്കിൽ 89 രൂപ INR ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം എന്നുള്ളതാണ് ഈ രണ്ടും തമ്മിലുള്ള വാല്യൂ. സോ നിങ്ങൾ ആലോചിക്ക്, 1 USD വാങ്ങണമെങ്കിൽ 89 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം. അപ്പൊ ഇനി ഡെഫിനിഷൻ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ബേസ് കറൻസി വാങ്ങണമെങ്കിൽ എത്ര കോഡ് കറൻസി കൊടുക്കണം എന്നുള്ളതാണ് ചാർട്ടിലെ വാല്യൂ. ഈ വാല്യൂലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. USD INR-ലൊന്നും അല്ല കേട്ടോ നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുക. കാരണം അത് വളരെ വോളിയം കുറഞ്ഞ ചാർട്ടുകളാണ്. സോ നമ്മൾ മേജർ കറൻസി പെയേഴ്സും അതേപോലെ തന്നെ ക്രോസിലും അതേപോലെ തന്നെ ഗോൾഡിലും സിൽവറിലും ഒക്കെയാണ് നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുക. അപ്പൊ ആക്ച്വലി ഈ ഒരു വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാൻ വെറുതെ ഇവിടെ യൂറോ USDയുടെ ഒരു വാല്യൂ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ആലോചിച്ചാൽ മതി, ഒരു യൂറോ വാങ്ങണമെങ്കിൽ എത്ര $US കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ചാർട്ടിലെ വാല്യൂ. സോ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ബേസ് കറൻസിയും കോഡ് കറൻസിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് എന്താണെന്ന് കൂടെ പഠിക്കാം. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബ്രോക്കർ ആണെന്ന് ചിന്തിക്കുക, ഞാൻ ഒരു ബ്രോക്കർ ആണെന്ന് ചിന്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എന്റെ ബ്രോക്കറിലല്ല നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നത്, കാരണം ഞാൻ ബ്രോക്കർ ആണല്ലോ. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അക്കൗണ്ട് എല്ലാം ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഥവാ ഈ പറഞ്ഞ യൂറോ USD നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടാണ് പറയുന്നത് അല്ലെ. ആക്ച്വലി എന്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബൈ ഓപ്ഷൻ കൊടുക്കുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോ യൂറോ USDയുടെ വാല്യൂ 10 രൂപയാണെന്ന് വിചാരിക്കുക, 10 ആണെന്ന് വിചാരിക്കുക. 10 ആണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ബൈ തരുമ്പോ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും 10 രൂപയ്ക്ക് തരത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റേതായ ഒരു ചെറിയ കമ്മീഷൻ അവിടെ പൊക്കിയിട്ട് ബാക്കിയുള്ളത് ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് തരുള്ളൂ ഞാൻ. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഞാൻ ചിലപ്പോൾ ഒരു 10.5 അല്ലെങ്കിൽ 11 രൂപയ്ക്ക് തന്നെ കൂട്ടിക്കോ, ഞാൻ നിങ്ങൾക്ക് 11 രൂപയ്ക്കായിരിക്കും തരുന്നുണ്ടാവുക. ശരിക്കുള്ള മാർക്കറ്റ് വാല്യൂ 10 രൂപയാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് 11 രൂപയ്ക്കാ തരിക. അവിടെ ഡിഫറൻസ് വന്നില്ലേ? അതാണ് ആരുടെ പ്രോഫിറ്റ്? എന്റെ പ്രോഫിറ്റ്. അതല്ലാണ്ട് വേറെ കമ്മീഷനായിട്ട് വേറെ ഈടാക്കുന്ന ബ്രോക്കേഴ്സും ഉണ്ട് കേട്ടോ. നോർമലി ഈ ഒരു വ്യത്യാസം വരുത്തില്ലേ ഞാൻ, അതായത് ആക്ച്വലി 10 രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനത്തിന് ഞാൻ നൈസായിട്ട് പോക്കിയിട്ട് 11 രൂപയ്ക്കല്ലേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ നിങ്ങൾ വാങ്ങുന്നതേ 11 രൂപയ്ക്കാണ്. ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 11 രൂപയുടെ മേലെ കയറി പോകണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. സോ ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അതായത് ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ ഉള്ളതിന് ഞാൻ നിങ്ങൾക്ക് തന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. പല ബ്രോക്കേഴ്സിനും പല രീതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ സാധനത്തിന് ഞാനൊരു പേര് കൊടുക്കാൻ പോവാണ്, അതായത് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും. നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ആസ്ക് പ്രൈസും അതേപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ബിഡ് പ്രൈസും ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. 10ഉം 11ഉം പറയുമ്പോൾ സ്പ്രെഡ് എത്രയാണ്? അപ്പോ 1 രൂപയാണ്. സോ അതാണ് നമ്മുടെ സ്പ്രെഡ്. അപ്പൊ സ്പ്രെഡ് കൂടുന്നതാണോ നമുക്ക് നല്ലത്? ഒരിക്കലും അല്ല. ആസ് എ ട്രേഡർ എന്നുള്ള പെർസ്പെക്റ്റീവില് സ്പ്രെഡ് കുറയുന്നതാണ് എപ്പോഴും നല്ലത്. ദ ലാസ്റ്റ് വൺ, നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമുക്ക് സ്റ്റോക്കിൽ സെറോദ, അപ്സ്റ്റോക്സ് ഒക്കെ പോലെയുള്ള ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, ദ സെയിം വേ ഫോറക്സിലും നമുക്കൊരു ബ്രോക്കർ വേണം. ബ്രോക്കർ ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു കംപ്ലീറ്റ് എപ്പിസോഡായിട്ട് തന്നെ ഒരു ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം, അത് എങ്ങനെ MT5ലേക്ക് കണക്ട് ചെയ്യാം. MT5 എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് കേട്ടോ, മെറ്റാ ട്രേഡർ 5 എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കൊരു ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മെറ്റാ ട്രേഡർ 5ലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങാം. സോ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വരും വീഡിയോസിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കും. സൈനിങ് ഓഫ്, റിസ്വാൻ പഴേരി. ബൈ.